ഒരാൾ ഹജ്ജിന് പോയാലോ, ഹജ്ജിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു അത്ഭുതം, അള്ളാഹു വലിയവനും നീ വെറും നിസ്സാരനാണ് എന്ന് അള്ളാഹുവിന്റെ ഒരു മുന്നറിയിപ്പ് ഹജ്ജ് എന്ന് പറയുന്ന കർമ്മത്തിനുണ്ട്. അടുത്തൊരു മെഗാസ്റ്റാർ ഉംറയ്ക്ക് പോയ സംഭവം പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞു. അതൊക്കെ നിങ്ങൾ ആദ്യം അറിയും. അതൊക്കെ നിങ്ങൾ ആദ്യം അറിയുമെന്ന് എനിക്കറിയാം. എന്റെ സഹോദരങ്ങളെ, അഭിനയകലയുടെ എത്രയോ മൂർധന്യമായ ഘട്ടങ്ങൾ കൈയടക്കിയിട്ട് ഏറ്റവും വലിയ അഭിനയത്തിന്റെ തിലകച്ചാർത്തണമെന്ന് കേരള ജനത കൈയടിച്ച് സമ്മതിച്ചു പോയ അഭിനയത്തിന്റെ ചക്രവർത്തി എന്ന് നിങ്ങളൊക്കെ തുറന്നു സംവദിക്കുന്ന, കേരളത്തിന്റെ സിനിമാ പ്രേക്ഷകർ തുറന്നു സംവദിക്കുന്ന മെഗാസ്റ്റാർ പരിശുദ്ധ മക്കയുടെ മണ്ണിലേക്ക് കാലെടുത്ത് വെച്ച് പൊട്ടിക്കരന്നിട്ട് പറഞ്ഞിറന്താ. ആർക്കാണ് കണ്ണീർ കണ്ണു നിറയാതിരിക്കുക? ഇന്ന് വരെ അഭിനയത്തിലൂടെ കരഞ്ഞതല്ലോരെ ആദ്യമായിട്ടാണ് യാഥാർത്ഥ്യത്തോടെ പൊട്ടിക്കരഞ്ഞു പോയത്. ഇന്നലെ വരെ കരഞ്ഞതെല്ലാം അഭിനയത്തിന്റെ കരച്ചില, ഇന്നലെ വരെ കരഞ്ഞതല്ല ഷൂട്ടിങ്ങിന്റെ കരച്ചില. ഇന്നാദ്യമായിട്ട് പരിശുദ്ധ ഹറമിന്റെ മുറ്റത്ത് വന്ന് കാലെടുത്ത് വെച്ചപ്പോ അറിയാതെ യാഥാർത്ഥ്യത്തിന്റെ കണ്ണുനീർത്തുള്ളികൾ മക്കയുടെ മണ്ണിൽ വീണുപോയെന്ന് പറഞ്ഞത് മാത്രമല്ല, മക്കയിലും മദീനയിലും നടന്നുപോലെ ആ സിനിമാ നടൻ പറഞ്ഞിറന്താ. പിന്നാലെ നടക്കേണ്ട ചെറുപ്പക്കാരാ, പിന്നാലെ നടക്കേണ്ട ചെറുപ്പക്കാരാ, ആയുസ് പാടിക്കളയേണ്ട ചെറുപ്പക്കാരാ, ജീവിതം നശിപ്പിക്കേണ്ട ചെറുപ്പക്കാരാ, അവനാണ് വലിയവനെന്ന് പറഞ്ഞ ഫ്ലക്സ് ബോർഡിന്റെ താഴെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാ. എല്ലാമായവനവനാണ്, എല്ലാം അറിയുന്നവനവനാണ്. താരരാജാവിനെ പുറത്തേക്ക് ആരാധനയുടെ ചൈതന്യം പോലെ സിനിമാ കോലങ്ങൾക്ക് കെട്ടിക്കൊടുക്കുന്നു. മടയന്മാരാണ് ചെറുപ്പക്കാർ പഠിച്ചുകൊള്ളുക. പരിശുദ്ധ ഹറമിന്റെ മണ്ണിൽ നിന്നിട്ട് പറഞ്ഞിറന്താ. എല്ലാവരും പൊള്ളത്തരമായിരുന്നല്ലോ, ഇവിടെ ഒന്ന് വരാൻ വൈകിപ്പോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരന്ന് കണ്ണു നിറഞ്ഞു പോലെങ്കിൽ യാഥാർത്ഥ്യം അതാണെന്ന് നീട്ടപ്പെടുന്ന സിനിമാ നായകന്മാർ വരെ പുറന്ന് സമ്മതിക്കുമ്പോ എന്തിനാണ് വീണ്ടും അവരുടെ പിന്നാലെ നീ പരക്കം പായുന്നത്? എന്റെ ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തെ കുറിച്ച് തിരിച്ചറിവും ബോധമുണ്ടാവുക, അള്ളാഹുവിന്റെ വലിപ്പത്തരത്തെ കുറിച്ച് ബോധമുണ്ടാവുക. ഹജ്ജിന് പോകുമ്പോ അവിടെ നടക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നറിയോ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സാറ എന്ന് പറയുന്ന തന്റെ സഹധർമ്മിണിയുമൊത്ത് അവിടുത്തെ രാജാവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ ഒരു വാർത്ത പരന്നിരിക്കുകയാണ്. ഏത് സുന്ദരി കടന്നു വന്നാലും, ഏത് സൗന്ദര്യവതി കടന്നു വന്നാലും രാജാവ് ആ പ്രിയപ്പെട്ടവളെ സ്വന്തമാക്കുമെന്ന വാർത്ത പരക്കുകയാണ്. ഏത് സുന്ദരി കടന്നു വന്നാലും രാജാവ് അവരെ സ്വന്തമാക്കുകയാണ്. സാറാ ബീവി സൗന്ദര്യവതിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സഹധർമ്മിണിയാ സൗന്ദര്യവതിയാണ് സാറാ ബീവിയെ രാജകൊട്ടാരത്തിന് കൊണ്ടുവരാ രാജാവിന്റെ കൽപ്പന വരികയാണ്. ഇബ്രാഹിം നബിക്ക് മനസ്സിലായി, എന്റെ പ്രിയപ്പെട്ടവളെ സൗന്ദര്യമുള്ളവളാ, എന്റെ പ്രിയപ്പെട്ടവളെയും കൊണ്ട് രാജാവിന്റെ മുമ്പിലേക്ക് ചെന്നാൽ എന്റെ പ്രിയപ്പെട്ടവളെ രാജാവ് സ്വന്തമാക്കുമെന്നറിയാ. സാറാ ബീവി റളിയല്ലാഹു അൻഹ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി രാജകൊട്ടാരത്തിന്റെ ഉള്ളറയിലേക്ക് കൊണ്ടു ചെല്ലുമ്പോ രാജാവ് ചോദിക്കുന്നു, നിന്റെ ഭാര്യയാണോ? ഇബ്രാഹിം നബി പറയുന്നു, എന്റെ സഹോദരിയാണ്. എന്റെ സഹോദരിയാണ്. എന്തിനാണ്? രാജാവിന്റെ പിടിപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞതാണ്. ചരിത്രം പറയുകയാ, ചില തഫ്സീറുകൾ വീണ്ടും ഇങ്ങനെ വിശദീകരിക്കുകയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ട് ചെന്ന സാറയുണ്ടല്ലോ, ആ സാറയുടെ സൗന്ദര്യം രാജാവിന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. രാജാവിന്റെ മനസ്സിനകത്ത് പതിഞ്ഞു പോയിരിക്കുകയാ. രാജാവ് സാറയെ കുറിച്ചുകൊണ്ട് കയ്യിലേക്ക് കലന്നൊന്ന് പിടിക്കുമ്പോ രാജാവിനൊരു രോഗം വരികയാണ്, ഒരു ക്ഷീണം വരികയാണ്, ഒരു തളർച്ച വരികയാണ്. രാജാവ് കൈയെടുക്കുകയാ. വീണ്ടും കുറെ സമയം കഴിഞ്ഞ് സാറയെ കൊണ്ടുവരിക, സൗന്ദര്യവതിയായ സാറയെ കൊണ്ടുവരിക. സാറയുടെ കയ്യിലേക്ക് രാജാവ് വീണ്ടും കിടന്നു പിടിക്കുമ്പോ, സാറയുടെ കയ്യിലേക്ക് രാജാവ് വീണ്ടും കടന്നു പിടിക്കുമ്പോ ആ സാറയുടെ കയ്യിൽ പിടിക്കുന്ന സമയത്ത്, കയ്യിലേക്ക് സ്പർശിക്കുന്ന സമയത്ത് വീണ്ടും ഒരു രോഗം വരികയാണ്, ക്ഷീണം വരികയാണ്. രാജാവ് തളർന്നു പോവുകയാണ്. രാജാവിന് മനസ്സിലായി, ഇവളൊരു സാധാരണ പെണ്ണല്ല, സാറ ഒരു സാധാരണ പെണ്ണല്ല. അതുകൊണ്ട് എനിക്കൊരു അടിമ സ്ത്രീ ഉണ്ടല്ലോ, വിരൂപിയാണ്, കറുത്തവളാണ്, പാവപ്പെട്ടവളാണ്, മെലിഞ്ഞുണങ്ങിപ്പോയവളാണ്. എനിക്കൊരു അടിമ സ്ത്രീ ഉണ്ടല്ലോ, ഇസ്മുഹാ ഹാജറ. ഹാജറ എന്ന അടിമ സ്ത്രീയെ സാറ എന്ന് പറയുന്ന സൗന്ദര്യ ദീപത്തിന് സമ്മാനമായിട്ട് രാജാവ് കൊടുക്കുകയാണ്. ആ സമ്മാനം കൊണ്ട് സാറ
ബീവിയും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം യാത്ര പോവുകയാണ്. ഈ ഹാജറയാണ് ഈ കറുത്തവളാണ്, അടിമ സ്ത്രീയാണ്, നിരൂപിയാണ് ഹാജറയാണ്. സഫാ മർവയുടെ ഇടയിൽ കൂടെ തന്റെ പ്രിയപ്പെട്ട പൊന്നുപോലെ പൊട്ടിക്കരയുണ്ടോ, അവിടെ വെള്ളമുണ്ടോ എന്നന്വേഷിക്കാൻ ഓടി നടന്നത്, അവിടെ വെള്ളമുണ്ടോ എന്നന്വേഷിക്കാൻ ഓടി നടന്നത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരു പ്രധാന ഭാഗം പറയാ പോവുകയാണ്. അള്ളാഹുവിന്റെ വലിപ്പത്തരത്തെ കുറിച്ചുള്ള ഒരു പ്രധാന ഭാഗം പറയാ പോവുകയാണ്. ഹാജറ എന്ന് പറയുന്ന അടിമ സ്ത്രീ ഇസ്മായിൽ എന്ന പൊന്നുമോ പൊട്ടിക്കരന്ന് വിശന്ന് വലന്ന് പൊട്ടിക്കരയുമ്പോ പച്ചമണ്ണിൽ ഇങ്ങനെ മലത്തിക്കിടത്തുകയാണ്, കൈകാലിട്ടടിക്കുകയാണ്. അല്ലാഹുവേ, എവിടെന്നെങ്കിലും എന്റെ പൊന്നുമോന് വിടുക്കാൻ വെള്ളമുണ്ടോ, എവിടെന്നെങ്കിലും എന്റെ പൊന്നുമോന് വിടുക്കാൻ വെള്ളമുണ്ടോ എന്നന്വേഷിച്ചുകൊണ്ട് ഹാജറ ബീവി ഓടുകയാണ്. സഫയിൽ നിന്ന് മറവയിലേക്ക് ഓടുകയാണ്. അവിടെ ചെല്ലുമ്പോ ഇവിടെ വെള്ളമുണ്ടെന്ന് തോന്നുകയാണ്, ഇവിടേക്ക് തിരിച്ചോടുകയാണ്. ഇവിടെ വരുമ്പോ അവിടെ വെള്ളമുണ്ടെന്ന് തോന്നുകയാണ്, അവിടേക്ക് തിരിച്ചോടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഹാജറ ബീവി ഓടി 7 പ്രാവശ്യം ഓടി. അവസാനം ഇസ്മായിൽ നബിയുടെ കരച്ചിൽ നിൽക്കുകയാണ്. നോക്കുമ്പോഴല്ലോ പൊന്നുമോന്റെ കാൽപാദത്തിന്റെ അടിയിലൂടെ വെള്ളം ഇങ്ങനെ പൊട്ടി ഒഴുകി വരികയാണ്. ഹാജറ ബീവിക്ക് സന്തോഷമായി. ലോകത്ത് എവിടെ നിന്നൊക്കെ ഏതൊക്കെ കൊലകൊമ്പന്മാര്, സമ്പന്ന വർഗങ്ങൾ, അധികാരി വർഗങ്ങൾ ഉംറയ്ക്ക് പോകട്ടെ, ഹജ്ജിന് പോകട്ടെ, ആര് ചെന്നാലും ഈ അടിമ സ്ത്രീ കാലി വെച്ച് നടന്ന പോലെ സ്ഥലത്തൂടെ നടക്കാറ് നിന്റെ ഉംറ സ്വീകരിക്കൂല, നിന്റെ ഹജ്ജ് സ്വീകരിക്കൂല. പ്രിയപ്പെട്ടവരെ, ഈ വിരൂപിയായ, ഈ കറുത്തവളായ, ഈ സൗന്ദര്യമില്ലാത്തവളായ ഹാജറയില്ലേ, ഹാജറ നടന്നുപോലെ വഴിയിലൂടെ ഏത് മെഗാസ്റ്റാർ ആണെങ്കിലും, ഏത് സൂപ്പർ സ്റ്റാർ ആണെങ്കിലും പൊന്നുപോലെ ആ മക്കത്ത് ചെല്ലുമ്പോൾ ഒറ്റമുണ്ട് നിലത്തുടത്ത്, കാലിലുടത്ത്, അടുത്തമുണ്ട് തോളത്ത് ചുറ്റികെട്ട് അല്ലാഹുവാണ് വലിയവനെന്ന് പറഞ്ഞു ആ പരിശുദ്ധ മണ്ണിലൂടെ നടക്കാറ് നിന്റെ അമലവിടെ സ്വീകാര്യമല്ലടാ. ഏത് പ്രധാനമന്ത്രി പോയാലും അങ്ങനെയാണ്. കൊളത്തൂര് ഏത് അഹങ്കാരികളുണ്ടോ, ഏത് ധിക്കാരികളുണ്ടോ, ഏത് തെമ്മാടികളുണ്ടോ, ഏത് അഹംഭാവികളുണ്ടോ, ഏത് പണക്കൊഴുപ്പ് കൊണ്ട്, അധികാരക്കുഴപ്പ് കൊണ്ട് അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്നവരുണ്ടോ, എടാ നിനക്ക് ഹറമിലേക്കൊന്ന് പോകാൻ പറ്റുമോ? ആ ഹറമിൽ നിന്റെ അഹങ്കാരം മുഴുവനും തകർന്നടിയുകയാണ്. അവിടെ നീ നടക്കേണ്ടത് എവിടെയെന്നറിയോ? അവിടെ നീ 7 പ്രാവശ്യം നടക്കേണ്ടത് ഏത് ഭാഗത്തൂടെയെന്നറിയോ? അടിമ സ്ത്രീയായ, വിരൂപിയായ, കറുത്തവളായ ഹാജറ നടന്നുപോയ ആ ഓർമ്മകളെ മനസ്സിൽ കൊണ്ടുവന്ന് നടക്കാറ് നീ മക്കത്ത് പോയത് പടച്ചവന് വേണ്ടോ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പടച്ചവനെ, നീ തന്നെയാണ് വലിയവൻ, നീ തന്നെയാണ് വലിയവനല്ല. അതിനൊക്കെ